ഗുഡ് മോർണിംഗ് എവരിവൺ. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എല്ലാ മഹത്വം യേശുക്രിസ്തുവിന് മാത്രം ഉണ്ടാകട്ടെ, അല്ലേ? കാര്യം നമുക്കറിയാം, നമ്മൾ ഒരുപാട് ദൈവത്തിൽ നിന്ന് അകന്നു പോയിരുന്ന വ്യക്തികളായിരുന്നു. പക്ഷെ നമ്മളെല്ലാം തേടിയെത്തിയാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് തൻ്റെ ഒരിക്കൽ പോലും തീർന്നു പോകാത്ത സ്നേഹത്താൽ, അല്ലെ? നമ്മൾ പാപം ചെയ്തിട്ടാണ് നമ്മൾ വീണു പോയത്. നമ്മൾ ദൈവം സൃഷ്ടിച്ച സമയത്ത് പാപമൊന്നും ഉണ്ടായിട്ടല്ല, നമ്മൾ പാപത്തോടു കൂടിയൊന്നും അല്ല സൃഷ്ടിച്ചത്. പക്ഷെ എന്നാലും നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരം നമ്മൾ വീണു പോയപ്പോൾ, നമ്മളുടെ ഇഷ്ടത്തിന് പ്രകാരം നടന്നപ്പോൾ വീണു പോയപ്പോൾ, പക്ഷെ അവിടെയും നമ്മൾ തേടിയെത്തിയ സ്നേഹമാണ് യേശുക്രിസ്തുവിൻ്റെ. ഇന്ന് പിതാവിൻ്റെ വലഭാഗത്ത് നിന്നുകൊണ്ട് നമ്മൾക്ക് വേണ്ടി വാദിക്കുകയാണ്, അല്ലെ? നമ്മുടെ ഹൈ പ്രീസ്റ്റ് ആണ്, മെൽക്കിസേദേക്കിന്റെ ഓർഡറിലുള്ള ഹൈ പ്രീസ്റ്റ്. അപ്പോൾ നമ്മൾ ഫിലമോൻ എന്നുള്ള ബുക്കിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് യേശുവിന്റെ സ്നേഹമാണ്. അപ്പോൾ നമ്മൾ ബൈബിൾ ഫുൾ എടുത്ത് നോക്കുവാണെങ്കിൽ, ജനസിസ് തൊട്ട് റെവലേഷൻ വരെയുള്ള എല്ലാ ചാപ്റ്ററുകളും എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇതാണ്. യേശുക്രിസ്തുവിനെ പറ്റിയാണ് ബൈബിൾ എഴുതിയിരിക്കുന്നത്, അല്ലെ? ഫിലമോനിൽ ദൈവം പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ പറ്റിയാണ്, അല്ലെ? ഒനീസമസ് എന്നൊരു സ്ലേവ്, ഒരു അടിമ, തൻ്റെ എന്താ പറയാ മാസ്റ്ററായിട്ടുള്ള ഫിലമോനെ പറ്റിച്ചിട്ട് കടന്നു കളഞ്ഞതാണ്. പക്ഷെ എന്നാലും, അല്ലെ, അവൻ യേശുക്രിസ്തുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ സ്നേഹം നുരിഞ്ഞു കഴിഞ്ഞപ്പോൾ, അവൻ എന്താ പറഞ്ഞ അദ്ദേഹം ഒരു നല്ല വ്യക്തിയായി തീർന്നു കഴിഞ്ഞപ്പോൾ, പോള് ഫിലമോനും ഒനീസമസിനും ഇടയിൽ നിന്നുകൊണ്ട് എന്താ പറയാ ഫിലമോനോട് യാചിക്കുകയാണ്, അല്ലെ? ഫിലമോനോട് അപ്പീൽ ചെയ്യുകയാണ്, അല്ലെ? നീ ഒനീസമസിനെ തിരിച്ചടക്കണം. അത് തന്നെയാണ് പിതാവായ ദൈവത്തിനോട് നമ്മുടെ യേശുക്രിസ്തു, നമ്മുടെ ദൈവം, നമ്മുടെ മാസ്റ്റർ നമ്മൾക്ക് വേണ്ടിയും പറഞ്ഞത്, അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിച്ച ശേഷം പിന്നെ ചാപ്റ്ററിലേക്ക് പോകാം. കർത്താവ് സമയത്തിന് നന്ദി പറയും. താങ്ക് യു ജീസസ് മാസ്റ്റർ. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. ഇത് ഞങ്ങളോട് സംസാരിക്കണേ കർത്താവിന്റെ വചനത്തിനായിട്ട്, കർത്താവ് അങ്ങയുടെ കരുണയ്ക്കായിട്ടും, ഞങ്ങൾ തേടിയെത്തിയ കരുണയ്ക്കായിട്ടും, പിതാവിന്റെ വലഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നതിനായിട്ട്, കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനായിട്ടും എല്ലാം നന്ദി പറയുന്നു. പിതാവേ യേശുവേ, ഞങ്ങളോട് സംസാരിക്കണം എന്ന് ഹോളി സ്പിരിറ്റ് ഗോഡ്, അങ്ങയുടെ ടീച്ചർ ഞങ്ങളോട് സംസാരിക്കണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. നമുക്ക് ഫിലമോനിലേക്ക് പോകാം. ഫിലമോൻ അല്ല, ഫൈലമന് ഒരു ചാപ്റ്റർ ഉള്ള ആകപ്പാടെ 25 വാക്ക്. പക്ഷെ 1 തൊട്ട് 21 വരെയുള്ള വാക്കുകളൊന്ന് വായിക്കാം. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ക്രിസ്തുവേശുവിന്റെ ബദ്ധനായ പൗലോസും സഹോദരനായ തിമോത്തിയോസും ഞങ്ങളുടെ പ്രിയനും കൂട്ടുവേലക്കാരനുമായ ഫിലമോൻ എന്ന നിനക്കും, സഹോദരിയായ അപ്പിയയ്ക്കും, ഞങ്ങളുടെ സഹപാഠനായ അർക്കിപ്പോസിനും നിന്റെ വീട്ടിലെ സഭയ്ക്കും എഴുതുന്നത്. അപ്പൊ പോള് ഫിലമോനെ അറിയുന്നത് മോസ്റ്റ് പ്രോബ്ലി എഫെസസിൽ വെച്ചാണ്. അപ്പൊ ഫിലമോൻ ഈ ലെറ്റർ ഫിലമോന്റെ കൈ കിട്ടുമ്പോൾ അത് അദ്ദേഹം കൊളോസിലാണ്. അപ്പൊ കൊളോസില് പൗലോസ് വിസിറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പൊ കൊളോസിലെ ചർച്ച് പൗലോസ് വഴിയല്ല ദൈവം ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പൗലോസ് ആ സമയത്ത്, ഇത് ലെറ്റർ എഴുതുന്ന സമയത്ത് റോമിലാണ്, കാരാഗ്രഹത്തിലാണ്, യേശുക്രിസ്തുവിന് വേണ്ടി നിന്നു എന്നുള്ളത് കൊണ്ട് തന്നെ, അല്ലെ? അപ്പോൾ ഇത് കാരാഗ്രഹ ലെറ്റർ, പ്രിസൺ എപ്പിസൽസിൽപ്പെട്ട ഒരു ലെറ്ററാണിത്. അപ്പോൾ ഇവിടെ എന്താ പറയണേ, ഫിലമോൻ ഒരു വാക്കുകൊണ്ട് ഫിലമോനെ പറ്റി പറയട്ടെ. അദ്ദേഹം നല്ല പണമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എന്താ പറയുക സെർവൻസ് ഒക്കെ ഉണ്ടായിരുന്നു, സ്ലേവ്സ്. അന്ന് സെർവൻസ് സ്ലേവ്സ് ആണ്, അല്ലെ? അടിമകളായിരുന്നു. അപ്പൊ അടിമകളെ കൊണ്ടുവരുന്നു. അപ്പൊ അവത്തില് ഒരു അടിമയാണ് ഒനീസമസ് നാട് വിടുന്നു, അല്ലെ? ഫിലമോന്റെ കയ്യിൽ കുറെ മണിയൊക്കെ എടുത്തിട്ടായിരിക്കും മിക്കവാറും പോയിരിക്കുന്നത്. അപ്പൊ അത് പറയാൻ അധികം ബൈബിൾ എഴുതിയിട്ടില്ല. പക്ഷെ ഞാൻ അങ്ങനെ പറയുവാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സമയത്ത് ഫിലമോൻ കൊളോസിലാന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കൊളോസ് എന്ന് പറയുന്നത് സ്ഥലം എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടർക്കി, ഇന്നത്തെ ടർക്കിയിലാന്ന് വിചാരിച്ചോണം. അത് അവിടുന്ന് റോമിൽ ചെന്ന് പോളിനെ കാണണമെങ്കിൽ, പ്രിസണിൽ കിടന്ന പോളിനെ കാണണമെങ്കിൽ ഈ ഒനീസമസിന്റെ കൈ മണിയില്ലാതെ അവിടം വരെ പോക്ക് നടക്കത്തില്ലല്ലോ. അപ്പൊ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിലമോന്റെ കയ്യിൽ നിന്ന് കുറെ മണിയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടാണ് ഒനീസമസ് പോയിരിക്കുന്നത്, അല്ലെ? പക്ഷെ അദ്ദേഹത്തോട് എന്നിട്ടും ഒനീസമസിന് വേണ്ടി വാദിക്കുകയാണ്, അല്ലെ, പോൾ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞു. അപ്പൊ ഇവിടെ തുടങ്ങുമ്പോൾ തന്നെ പോൾ സാധാരണ എഴുതുന്നത് പോലെ തന്നെ ഒരു സല്യൂട്ടേഷനോട് കൂടി, ഒരു ഗ്രീറ്റിങ്ങോട് കൂടി എഴുതുവാണ്. എൻ്റെ സഹോദരി ആപ്പിയയ്ക്കും, പിന്നെ സഹോദരനായ എന്താ പറയുക പ്രിയനും കൂട്ടുവേലക്കാരനായ ഫിലമോനും, പിന്നെ ഫിലമോന്റെ വൈഫായിട്ടുള്ള ആപ്പിയയ്ക്കും, പിന്നെ മിക്കവാറും തന്നെ
പോസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മകനായിരിക്കാം, അല്ലെ ഫിലിമോന്റെ മകനായിരിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അവരുടെ വീട്ടിലുള്ള സഭയ്ക്കുമായിട്ട് എഴുതുന്നത് അല്ലെ. മൂന്നാമത്തെ ഭാഗത്തോട്ട് പറയുന്നത്, നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അപ്പൊ നമ്മൾക്ക് കൃപയും സമാധാനം അല്ലെ, ഗ്രേസും പീസും ഉണ്ടാകട്ടെ എന്നുള്ളത് വെറുതെ പറഞ്ഞു വിടുന്ന കാര്യമല്ല. ശരിക്കും പറഞ്ഞാല് ആ ദൈവത്തിന്റെ ഹിതമാണ്, നമ്മളെപ്പറ്റിയുള്ള ഹിതമാണ് അല്ലെ. പോളൊന്നും വെറുതെ വാക്കുകൾ ഉപയോഗിക്കുന്ന വ്യക്തികളല്ലല്ലോ അല്ലെ. നമ്മളൊക്കെ സംസാരിക്കുന്ന പോലെ ചളുപിളൊന്നും വർത്താനം പറഞ്ഞു കൂട്ടുന്ന വ്യക്തികളല്ല. അപ്പൊ പോൾ ഇവിടെ പറയാ, പിതാവായ ദൈവത്തിൽ നിന്ന് കർത്താവ് യേശുക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അപ്പൊ കൃപയും സമാധാനം വർദ്ധിച്ചു വരട്ടെ നമ്മുടെ ജീവിത ദൈവത്തിൽ നിന്നുള്ള. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. പോൾ വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് നമ്മൾക്ക് എഴുതുന്ന ലെറ്ററാണിത്. ഇപ്പൊ ഇനി നാലാമത്തെ വാക്കോട്ട് പറയുക, കർത്താവ് യേശുക്രിസ്തുവിനോടും സകല വിശുദ്ധന്മാരോടും നിനക്കുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് നമ്മിലുള്ള എല്ലാ നന്മയുടെയും പരിജ്ഞാനത്താൽ നിന്റെ വിശ്വാസത്തിന്റെ കൂട്ടായ്മ ക്രിസ്തുവിനോട് സഫലമാക്കേണ്ടതിന് എന്റെ പ്രാർത്ഥന നിന്നെ ഓർക്കുന്നു. എപ്പോഴും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന സഹോദരി വിശുദ്ധന്മാരുടെ ഹൃദയം നീ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്ക് വളരെ സന്തോഷം ആശ്വാസം ഉണ്ടായി. അപ്പൊ പോൾ ഇവിടെ ലെറ്റർ ഫിലമോൻ എഴുതുമ്പോൾ ആദ്യമേ തന്നെ ഫിലമോന്റെ കുറ്റം കണ്ടെത്താനല്ല ശ്രമിക്കുന്നത്. സാധാരണക്കാരായ മനുഷ്യർ ചെയ്യുന്ന പോലെ അങ്ങനെയല്ല. ഇവിടെ പോള് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ അല്ലെ, എന്നെ അനുകരിക്കുക, ഞാൻ യേശുക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാല് ഇവിടെ പോൾ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആദ്യമേ തന്നെ ഈ ഫിലമോൻ എന്നുള്ള ആള് ഗ്രീറ്റ് ചെയ്ത ശേഷം പിന്നെ ഫിലമോന്റെ നല്ല കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് അല്ലെ. എന്നിട്ട് ഫിലമോനോട് പറയുവാണ്, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ ദൈവത്തിനോട് നന്ദി പറയാം നിന്നോട്. കാര്യം വെച്ചാൽ നിനക്ക് മറ്റുള്ള കൂട്ടുവിശ്വാസികളോട് വളരെയധികം സ്നേഹമാണ്, നിനക്ക് യേശുക്രിസ്തുവിനോട് വളരെയധികം സ്നേഹമാണ് അല്ലെ. അപ്പോൾ നീ നിമിത്തം എന്താ വിശുദ്ധന്മാരുടെ ഹൃദയം തണുപ്പിച്ചിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാളെ കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരമാണ് അല്ലെ. അപ്പൊ ആ ഉപകാരത്തെ പറ്റി ഇങ്ങനെ പറയും, ഇദ്ദേഹത്തിന് നല്ല ഗുണങ്ങളെ പറ്റി പറയുക അല്ലെ. കർത്താവ് യേശുവിനോട് സകല വിശുദ്ധന്മാർക്കും നിനക്കുള്ള സ്നേഹം, യേശുവിനോടുള്ള വിശ്വാസം, മറ്റുള്ള കൂട്ട് പടയാളികളോട് സ്നേഹവും വിശ്വാസത്തെയും കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു അല്ലെ. മറ്റുള്ളവരുടെ സ്നേഹത്തെ പറ്റിയും നിനക്കുള്ള സ്നേഹത്തെ പറ്റിയും എന്താ പറയുക, യേശുവിനോടുള്ള വിശ്വാസത്തെ പറ്റിയെല്ലാം ഞാൻ അറിഞ്ഞിരിക്കുന്നു അല്ലെ. ഏഴാമത്തെ വാക്ക് പറയുന്നത്, വിശുദ്ധന്മാരുടെ ഹൃദയത്തെ തണുപ്പിച്ചത് നിമിത്തം നിന്റെ സ്നേഹത്തിൽ എനിക്കും വളരെ സന്തോഷം ആശ്വാസമുണ്ട് അല്ലെ. അപ്പൊ മറ്റുള്ളവർ ഹൃദയം തണുപ്പിക്കുന്നതാണ്, അവരുടെ ഹൃദയത്തിലെ തീ കോരിയിടുന്ന വ്യക്തിയല്ല, പ്രശ്നം ഉണ്ടാക്കുന്നവല്ല, പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും, സമാധാനം ഉണ്ടാക്കുന്ന വ്യക്തിയാണ് അല്ലെ ഫിലമൻ എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള വ്യക്തികളായിരിക്കണം നമ്മൾ അല്ലെ. നമ്മുടെയൊക്കെ ചർച്ചകളിൽ മിക്കവാറും തന്നെ അടിയുണ്ടാകുന്ന എത്ര പേരെ പറ്റി നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും, നമ്മളെ പറ്റി എങ്കിലും പറയാൻ പറ്റുമല്ലോ. അപ്പൊ നമ്മള് ഇങ്ങനെ ഫിലമനെ പോലെ മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന, മറ്റുള്ള ഹൃദയത്തിന് തണുപ്പിക്കുന്ന വ്യക്തി ആയിരിക്കണം അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താ പറയുക, എന്റെ ഇങ്ങനെ ആറാമത്തെ വാക്കില് പോള് പറയുക, എന്റെ പ്രാർത്ഥന നിന്നെ ഓർത്തും എപ്പോഴും എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്തു. അപ്പൊ എന്റെ പ്രാർത്ഥന എപ്പോഴും നിന്നെപ്പറ്റി ഞാൻ ഓർക്കുക, ദൈവത്തിനോട് നന്ദി പറയുക നിന്നെപ്പറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈലമൻ എന്നുള്ള വ്യക്തി അത്രയധികം നന്നായിട്ട് മറ്റുള്ളവരോട് പെരുമാറുന്ന വ്യക്തിയാണ് അല്ലെ. അദ്ദേഹത്തെ കൊണ്ട് മറ്റുള്ളവർക്ക് ഗുണമേ ഉള്ളൂ അല്ലെ. അതാണ് പോള് പറയുന്നത്. അപ്പം ഫൈലമിന്റെ നല്ല കാര്യങ്ങളാണ് പോൾ ഇവിടെ പറയാൻ തന്നെ സ്റ്റാർട്ടാക്കിയിരിക്കുന്നത്. ഇനി പറയൂ, ആകയാൽ എട്ടാമത്തെ വാക്ക്, യുക്തമായ നിന്നോട് കൽപ്പിപ്പാൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ ധൈര്യമുണ്ടെങ്കിലും പൗലോസ് എന്ന വയസ്സനും ഇപ്പോൾ ക്രിസ്തുയേശുവിന്റെ ബദ്ധനുമായിരിക്കുന്ന ഈ ഞാൻ സ്നേഹം നിമിത്തം അപേക്ഷിക്കത്ര ചെയ്യുന്നു. അപ്പോൾ പൗലോസ് ആണ് ഈ ഫിലമന്റെ സ്പിരിച്വൽ ഫാദർ അല്ലെ, ആത്മീയ പിതാവ് എന്ന് പറയുമ്പോൾ. അപ്പൊ പൗലോസ് വഴിയാണല്ലോ ഏഷ്യൻ കൺട്രീസിലൊക്കെ ഉള്ള അല്ലെ എന്താ പറയുന്നത്, കൊരിന്തിലും പിന്നെ എഫേസസിലും അങ്ങനെയൊക്കെ എല്ലാ സ്ഥലങ്ങളില് മസഡോണിയയിലുള്ള ചർച്ചുകളിലും ഫിലിപ്പിലെല്ലാം വചനം ദൈവം സ്പ്രെഡ് ചെയ്തത് പൗലോസ് വഴിയാണല്ലോ അല്ലെ. പിന്നെ കുറച്ചു പേര് എന്താ പറയുക, അന്ന് പെന്തക്കോസ്ത് ദിവസത്തിൽ അവിടെ ഉണ്ടായിരുന്ന റൂമിൽ നിന്നൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ചൊക്കെ അവര് വഴിയും സ്പ്രെഡ് ചെയ്തു ഗോസ്പല്. എന്നാലും മുഖ്യമായിട്ട് പറയാനാണെങ്കിൽ പൗലോസ് വഴിയാണ് അല്ലെ. പൗലോസ് ആദ്യം ബർണബാസും ആയിരുന്നു, പിന്നെ രണ്ടാമത്തെ എന്താ പറയുക മിഷൻ ട്രിപ്പില് പൗലോസും ബർണബാസും തമ്മിൽ
പിരിഞ്ഞ് പിന്നെ പൗലോസ് സൈലസിനെ കൊണ്ട് പോകുന്നു അല്ലെ. അങ്ങനെ നമുക്കറിയാം ഇപ്പം പൗലോസിന്റെ 3 അല്ലെങ്കിൽ 4 എന്താ മിഷണറി ട്രിപ്പുകളുണ്ട് അല്ലെ. അപ്പം പൗലോസ് വഴിയാണ് ദൈവം എന്താ പറയുക മിക്കവാറും തന്നെ ഇത് ഏഷ്യൻ രാജ്യങ്ങളിൽ അവിടെയെല്ലാം എന്താ പറയുക ആ ഏരിയയിൽ മൊത്തം ഗോസ്പല് സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ പൗലോസാണ് മിക്കവാറും എല്ലാവരുടെയും തന്നെ സ്പിരിച്വൽ ഫാദർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ പൗലോസ് പറയും, എനിക്ക് നിന്നോട് കമാൻഡ് ചെയ്യാനുള്ള അവകാശമൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ കമാൻഡ് ചെയ്യാനൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് അല്ലെ. ഒന്നാമത് ഞാൻ വയസ്സനായ ഒരു വ്യക്തി അല്ലെ, എനിക്ക് നിന്നോട് കമാൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എന്താ പറയുക ഇപ്പൊ ജയിലിലുമാണ്. അപ്പൊ ഞാൻ കമാൻഡ് ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്, ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. സ്നേഹത്തിന്റെ ഭാഷയിൽ ഞാൻ അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. 10ാമത്തെ വാക്ക് പറയാം, തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനിസമോസിന് വേണ്ടി ആകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. തടവിലിരിക്കുമ്പോൾ ജനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ബയോളജിക്കൽ ആയിട്ടുള്ള മകനാന്നല്ല ഉദ്ദേശിക്കുന്നത്, സ്പിരിച്വൽ ആയിട്ടുള്ള സണ്ണാണ് അല്ലെ. സ്പിരിച്വൽ ആയിട്ടുള്ള മകനാണ്, ആത്മീയമായിട്ട് ജനിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഒനിസമസ്. അപ്പൊ ഒനിസമസ് ഇവിടെ നിന്ന് കൊളോസിന്ന് റോമ വരെ എത്തിപ്പെട്ടെന്ന് വിചാരിച്ചോളൂ. അപ്പൊ ഒരുപക്ഷെ എവിടെയെങ്കിലും വെച്ച് ഒനിസമസിന് തിരിച്ചു പോകണമെന്ന് താല്പര്യം തോന്നിക്കാണും, ഫിലമെന്റ് അടുത്തേക്ക് തിരിച്ചു പോകണമെന്ന് താല്പര്യം തോന്നിക്കാണും. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ റോമിൽ വരെ പോളിനെ തിരക്കി ചെന്നത്. കാരണം പൗലോസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കരുണയുള്ള വ്യക്തിയാണ്, ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കുന്ന വ്യക്തിയാണെന്നുള്ള കാര്യമൊക്കെ അറിയാലോ. അപ്പൊ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ എന്താ പറയുക ഒനിസമസ് അവിടം വരെ എത്തിപ്പെട്ടത്. അല്ലെങ്കിൽ ചിലപ്പോൾ പൗലോസിന് തന്നെ തിരക്കി പോയതായിരിക്കും അല്ലെ, പൗലോസിനൊപ്പം ആയിരിക്കുന്നതിന് വേണ്ടി പോയതായിരിക്കാം. എന്താന്ന് പറഞ്ഞാലും വേണ്ടില്ല, പൗലോസിനെ തിരക്കി ഒനിസമസ് ചെന്നു. അപ്പൊ ഒനിസമസ് പോയിരിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയായിരിക്കും. അപ്പൊ പറയുക 10ാമത്തെ വാക്ക്, തടവറയിൽ ഇരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനിസമോസിന് വേണ്ടിയാവുന്നു നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്ക് നല്ല പ്രയോജനമുള്ളായിരുന്നു. അപ്പൊ നേരത്തെ ഒനിസമസ് പ്രയോജനമില്ലാത്തവനായിരുന്നു. കാര്യം വെച്ചാൽ ഇറങ്ങിപ്പോയി അല്ലെ, ഇറങ്ങി സ്ഥലം വിട്ട വ്യക്തി. അപ്പൊ ഫൈലമനെ പറ്റി നമ്മൾ ഇത്രയും മനസ്സിലാക്കിയത് വെച്ച് ഫൈലമൻ ഒരു കുഴപ്പമില്ലാത്തൊരു മാസ്റ്റർ ആയിരുന്നു അല്ലെ. ചാടിക്കടിക്കാൻ പോകാതെയും എന്താ പറയുക മര്യാദയ്ക്ക് പെരുമാറുന്ന ഒരു വ്യക്തിയായിരുന്നു എന്ന് ചുരുക്കല്ല. കാരണം അദ്ദേഹം വഴി പലരുടെയും ഹൃദയം തണുപ്പിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ പറ്റി പോളിനുള്ള അഭിപ്രായം വളരെ വലുതാണ്. എന്നിവ പറയുമ്പോൾ ഫൈലമൻ ഒരു ആസ് എ പേഴ്സൺ ഫൈലമൻ നല്ലൊരു വ്യക്തിയാന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഒനിസമസ് അത്രയ്ക്ക് നല്ല പരിപാടിയല്ല കാണിച്ചത് അല്ലെ. അപ്പൊ ഫൈലമൻ ദ്രോഹിച്ചത് കൊണ്ടാണ് ഒനിസമസ് ഓടിപ്പോയെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഒനിസമസ് ഒരു ദിവസം ഓടി അങ്ങ് പോയി അല്ലെ, ചിലപ്പോൾ വല്ല കട്ടെടുത്തിട്ടൊക്കെ ആയിരിക്കും പോയത്, എന്താന്ന് പറഞ്ഞാലും വേണ്ടില്ല. അപ്പൊ എങ്ങനെയായാലും ഒനിസമസ് പോളിനെ തിരക്കി ചെല്ലുന്നു, റോമിൽ ചെല്ലുന്നു. അവിടെ വെച്ച് ഒനിസമസ് രക്ഷിക്കപ്പെടുന്നു അല്ലെ, പോളിന്റെ കൂടെ ആയപ്പോൾ രക്ഷിക്കപ്പെടുന്നു. ഇനി 11ാമത്തെ വാക്ക്, അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്ക് എനിക്ക് നല്ല പ്രയോജനമുള്ളത് തന്നെ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു അല്ലെ. അപ്പൊ ഒരു കാലത്ത് പ്രയോജനമില്ലായിരുന്നു ഒനിസമസ്, യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടി കഴിഞ്ഞപ്പോഴേക്കും എന്താ പറയുക പോളിന് പ്രയോജനമുള്ളവനായി മാറി. ഫൈലമനും അല്ലെങ്കിൽ ഫിലമോനും പ്രയോജനമുള്ള വ്യക്തിയായി മാറിയിരിക്കുന്നു. അപ്പൊ പറയും എനിക്ക് പ്രാണപ്രിയൻ എന്ന് വരെ പറയുക. കാരണം എന്താ വെച്ചാൽ പോളിന്റെ ഹൃദയം അങ്ങനെയാണ് അല്ലെ. പോള് ഒനിസമസിനെ സ്വന്തം സ്പിരിച്വൽ സണ്ണാക്കി എടുത്തിരിക്കുകയാണ്. അപ്പൊ അത്രയ്ക്ക് സ്വന്തമാക്കി എടുത്തിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഹൃദയമാണ് പോളിനുള്ളത്. 13ാമത്തെ വാക്ക്, സുശേഷ നിമിത്തമുള്ള തടവിൽ എന്നെ ശുശ്രൂഷിക്കേണ്ടതിന് അവനെ നിനക്ക് പകരം എൻ്റെ അടുക്കൽ തന്നെ നിർത്തിക്കൊള്ളുവാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും നിന്റെ ഗുണം നിർബന്ധത്താൽ എന്ന പോലെ അല്ല, മനസ്സോടെ ആകേണ്ടതിന് നിന്റെ സമ്മതം കൂടാതെ ഒന്നും ചെയ്യുവാൻ എനിക്ക് മനസ്സിലായിരുന്നു. അവൻ അല്പകാലം വേറിട്ടു പോയത് അവന് സദാകാലത്തേക്ക് നിനക്ക് ലഭിക്കേണ്ടതിന് ആയിരിക്കാം. അവൻ ഇനി ദാസനല്ല, ദാസനും മീതെ പ്രിയ സഹോദരൻ തന്നെ. അവൻ വിശേഷാൽ എനിക്ക് പ്രിയൻ, എങ്കിലും നിനക്ക് ജനസംബന്ധമായും കർത്തൃ സംബന്ധമായി എത്ര അധികം. അപ്പൊ ഇങ്ങനെ പറഞ്ഞിരിക്കും, അവൻ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്, ഇപ്പൊ യേശുക്രിസ്തു രക്ഷകനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവനെ എൻ്റെ കൂട്ടത്തിൽ നിർത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ കാരാഗ്രഹത്തിൽ അവനെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി നിർത്തണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, നീയാണ് അവന്റെ ഉടമസ്ഥൻ അല്ലെ. അപ്പോൾ നിന്നെ പോലെ എൻ്റെ കൂടെ നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ നിനക്ക് പകരമായിട്ട് അല്ലെ. പക്ഷെ അങ്ങനെയല്ല, ഞാൻ നിർബന്ധപൂർവ്വം നിർത്തുന്നതെന്ന് പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമില്ല. കാരണം ഒനിസമസ് എന്താ പറയുക ഫൈലമന്റെ സെർവന്റ് ആണ്. അപ്പോൾ ഫൈലമന്റെ താല്പര്യം അനുസരിച്ച് മാത്രമേ നിർത്താവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ അവനെ നിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഇനി പറയുവാണ്, അങ്ങനെ ആകുമ്പോ ഇനി അവൻ ദാസനല്ല, നിനക്ക് നിന്റെ കൂട്ടു സഹോദരൻ. യേശുക്രിസ്തു നമ്മളെല്ലാവരും ഒന്നായിരിക്കുന്ന പോലെ കൂട്ടു സഹോദരൻ. അപ്പൊ ഇവിടെ പോൾ ഇവിടെ പറയുന്ന ഒനിസമസിനോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്
എന്താ പറയണേ, നീ ഇവനോട് അല്ലെ ഒനേസിമസിനോട് ഫൈലമോനോട് പറഞ്ഞ ഇതാണ്, ഒനേസിമസിനോട് നീ ക്ഷമിക്കണം അല്ലെ, ക്ഷമയെപ്പറ്റി പറഞ്ഞു കൊടുക്കുവാണ് അല്ലെ. നീ ക്ഷമിക്കണം, ഇവനിപ്പോ വന്നിരിക്കുന്നത് കട്ടെടുത്തോണ്ടൊക്കെ ആയിരിക്കും വന്നത്, നിനക്ക് വല്ല ദ്രോഹമൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും വന്നിരിക്കുന്നത്, പക്ഷെ എന്നാലും വേണ്ടില്ല, നീ അവനോട് ക്ഷമിക്കണം. അത് തന്നെയല്ല അല്ലെ, ഇനി നിന്റെ മനസ്സിലൊന്നും വെച്ചോണ്ട് നീ പെരുമാറരുത്, നീ അവനോട് സഹോദരൻ എന്ന പോലെ നീ പെരുമാറണം. അവനോട് എന്താ പറയാ, എന്താ പറയാ, ഒരു കുറ്റവാളിയോട് എന്ന പോലെ പെരുമാറരുത്, അതിനേക്കാൾ ഉപരിയായിട്ട് ഒരു അടിമയോട് എന്ന പോലെ പെരുമാറരുത്. കാര്യം എന്ന് വെച്ചാൽ ഇവൻ ഇനി അടിമയല്ല, നിനക്ക് സഹോദരൻ, യേശുക്രിസ്തു നമ്മളെല്ലാം സഹോദരന്മാരായിട്ട് അങ്ങനെ തന്നെ പെരുമാറണം. നേരത്തെ ഇവൻ മോശപ്പെട്ടവനായിരുന്നു, പക്ഷെ ഇപ്പൊ അവൻ എൻ്റെ ആത്മീയ മകനാണ് അല്ലെ, എൻ്റെ ഹൃദയം നിനക്ക് തന്നെ എൻ്റെ പ്രാണപ്രിയനാണ് എന്നാണ് പോള് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പോൾ സ്പിരിച്വൽ ഫാദർ ആയിരിക്കുന്ന പോള് തന്റെ സ്പിരിച്വൽ സൺ ആയിരിക്കുന്ന ഫൈലമോനോട് പറഞ്ഞു കൊടുക്കുവാണല്ലോ, നീ ഇങ്ങനെ വേണം പെരുമാറാൻ എന്ന് പറഞ്ഞു കൊടുക്കുക. 17ാമത്തെ വാക്യം, ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നു എങ്കിൽ അവനെ എന്നെ പോലെ ചേർത്തുകൊള്ളുക. അവൻ നിന്നോട് വല്ലതും അന്യോന്യം ചെയ്തിട്ടുണ്ടോ, കടം പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതും എൻ്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. പൗലോസ് എന്ന ഞാൻ സ്വന്തം കയ്യിൽ എഴുതിയിരിക്കുന്നു, ഞാൻ തന്നു തീർക്കും. നീ നിന്നെ തന്നെ എനിക്ക് തരുവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നു ഞാൻ പറയണം എന്നില്ലല്ലോ. അതേ സഹോദര, നിന്നെക്കൊണ്ട് എനിക്ക് കർത്താവിൽ ഒരു അനുഭവം വേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എൻ്റെ ഹൃദയം തണുപ്പിക്കുക. നിന്റെ അനുസരണത്തെപ്പറ്റി എനിക്ക് നിശ്ചയമുണ്ട്, ഞാൻ പറയുന്നതിനും അധികം നീ ചെയ്തു എന്നറിഞ്ഞിട്ടാകുന്നു ഞാൻ എഴുതുന്നു. അപ്പൊ ഇങ്ങനെ പറയുക, ഇത് കാര്യമൊക്കെ ശരിയാണ്, ഇവൻ ഓടിപ്പോയവനൊക്കെയാണ്, പക്ഷെ നീ എന്നെ നിന്റെ കൂട്ടത്തിൽ കൂട്ടുമെങ്കിൽ അല്ലെ, എന്നെ പോലെ തന്നെ ഇവനെയും കൂട്ടുക അല്ലെ, ഇവനെയും കൂട്ടുക. ഇനി ഇവൻ എന്തെങ്കിലുമൊക്കെ കട്ടുമോഷിച്ചിട്ട് പോയിരിക്കുന്നെങ്കിൽ, എന്തെങ്കിലുമൊക്കെ തന്ന് തീർക്കാനുണ്ടെങ്കിൽ അതല്ല ഞാൻ 19ാമത്തെ വാക്യം, പൗലോസ് ഞാൻ സ്വന്തം കയ്യിൽ എഴുതിയിരിക്കും, ഞാൻ തന്നു തീർക്കാം എന്ന് പറഞ്ഞിരിക്കും. നീ എനിക്ക് തന്നെ നിന്നെ തരാൻ കടപ്പെട്ടിരിക്കുന്ന പോലെ സഹോദരൻ, നിനക്കൊണ്ട് എനിക്കൊരു കർത്താവിനൊരു ഉപകാരം ആവശ്യമുണ്ട് അല്ലെ. പറയും, ഇദ്ദേഹം തന്റെ അധികാരമെല്ലാം ഉപയോഗിച്ചിട്ട് പറയും, ഒനേസിമസിനെ തിരിച്ചെടുക്കണം സഹോദരൻ, നീ എന്നെ തിരിച്ചെടുക്കാൻ താല്പര്യമാണ്, അതുപോലെ തന്നെ നീ ഇവനെയും തിരിച്ചെടുക്കണം, നീ എന്നെ എങ്ങനെ കാണുന്നു അതുപോലെയും കാണണം എന്ന് പറഞ്ഞിരിക്കുക. ഇനിയും ഇവിടെ പറയട്ടെ, പോള് കറക്റ്റാണ് എൻ്റെ ഫൈലമോനോട് ഫിലമോനോട് ഒനേസിമസിനെ പറ്റി പറയുന്ന കാര്യമാണ്. ഒനേസിമസ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കൊള്ളരുതാത്തൂർത്തനായിരുന്നു, ഓടിപ്പോയതാണ്. പക്ഷെ പോള് അല്ലെ അവസാനം ഒനേസിമസ് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ പോള് ഒനേസിമസിലും ഒനേസിമസിന്റെ മാസ്റ്റർ അയക്കുന്ന ഫൈലമനും ഇടയിൽ നിന്നുകൊണ്ട് സംസാരിക്കുകയാണ്, പ്ലീഡ് ചെയ്യുവാണ് അല്ലെ, അപ്പീൽ പറയുകയാണ്, അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് വിചാരിച്ചു നോക്കി, നമ്മളും ഈ ഒനേസിമസിനെ പോലെ തന്നെ ഒരു കാലത്ത് നമ്മളുടെ നല്ലവനായ മാസ്റ്ററിന്റെ അടുത്ത് നിന്ന്, ദൈവത്തിന്റെ അടുത്ത് നിന്ന് ഓടിപ്പോയവരാണ് പാപം ചെയ്തിട്ട് അല്ലെ. എല്ലാ പാപം ദൈവത്തിനെതിരാണെങ്കിൽ അല്ലെ, നമ്മൾ പാപം ചെയ്തിട്ട് രക്ഷപ്പെട്ട് കളഞ്ഞ വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയ വ്യക്തിയാണ്. പക്ഷെ യേശുക്രിസ്തു, നമ്മൾ എങ്ങനെയോ യേശുക്രിസ്തുവിന്റെ അടുത്ത് എത്തിപ്പെട്ടു അല്ലെ, അല്ലെങ്കിൽ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മള് മാറ്റിമറിക്കപ്പെട്ടു, നമ്മുടെ സ്വഭാവം മാറ്റിമറിക്കപ്പെട്ടു അല്ലെ. അപ്പൊ യേശുക്രിസ്തു പോൾ ഇപ്പൊ ചെയ്യുന്ന പോലെ ഒനേസിമസിനെ ഫൈലമന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്ന പോലെ പിതാവിന്റെ കയ്യിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുക ചെയ്യുന്നു അല്ലെ. ഇവിടെ ഇങ്ങനെ 17ാമത്തെ വാക്യം പറയുക, ആകയാൽ നീ എന്നെ കൂട്ടാളി എന്ന് കരുതുന്നുവെങ്കിൽ അവൻ എന്നെ പോലെ ചേർത്തുകൊള്ളും എന്ന് പറയാം. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് പിതാവിനോട് യേശു പറയുവാന്ന് വിചാരിച്ചു, പിതാവെ അങ്ങേക്ക് ഞാൻ അക്സെപ്റ്റബിൾ ആണെങ്കിൽ ഇവരെയും അങ്ങയുടെ കൂട്ടത്തിൽ കൂട്ടും. കാരണം വെച്ചാൽ ഇപ്പൊ ഇവര് രക്ഷിക്കപ്പെട്ട വ്യക്തികളാണ്, ഇപ്പൊ എന്നിൽ വിശ്വസിക്കുന്നു. നേരത്തെ പോലത്തെ മോശപ്പെട്ട സ്വഭാവമല്ല ഇവർക്ക്, ഇപ്പം ഇവരെ എന്നിൽ എന്ന് വിശ്വസിക്കുന്ന വ്യക്തികളാണ് അല്ലെ. ഞാൻ അവരെ അങ്ങയുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പൊ ഇനി 18-19 വാക്കുകൾ പറഞ്ഞ പോലെ എന്താ പറയുക, അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടുണ്ടോ, കടംപെട്ടിട്ടുണ്ടോ എങ്കിൽ അത് എൻ്റെ പേരിൽ കണക്കിട്ടുകൊള്ളും. അപ്പൊ യേശുക്രിസ്തു പിതാവിനോട് പറയുക, ഇവര് അന്യായം ചെയ്ത വ്യക്തികളാണ് അല്ലെ, ഇവര് ഒരുപാട് ദ്രോഹിച്ച വ്യക്തികളാണ്, പക്ഷെ എന്നാലും അത് എൻ്റെ പേരിൽ കണക്കിട്ടുള്ളൂ അല്ലെ. ഞാൻ ക്രോസ് ഓഫ് കാൽവരിയിൽ ഇവർക്ക് വേണ്ടി ഉള്ളതും കൂടെ എന്താ പറയാ സാക്രിഫൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലെ. ഞാൻ അവർക്ക് ഇവർ രക്ഷപ്പെടുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യപ്പെട്ടിരിക്കുന്നു അല്ലെ. അങ്ങ് എന്നെ സ്വീകരിക്കുന്ന പോലെ ഇവരെയും സ്വീകരിക്കണമേ. അതെല്ലാം നമ്മുടെ യേശുക്രിസ്തു ചെയ്യുന്നു. ഇവിടെ ഈ ചാപ്റ്റർ പറയുന്നത് ഒനേസിമസ് എന്നുള്ള സ്ലേവ്, അടിമ, തന്റെ മാസ്റ്ററുള്ള ഫൈലമനെ പറ്റിച്ചിട്ട് പോയ ചരിത്രത്തെ പറ്റിയല്ല പറയുന്നത്. പിന്നെ ഒനേസിമസ് തിരിച്ച് ഫൈലമന്റെ അടുത്തേക്ക് വരണം എന്നതിനെ പറ്റിയല്ല പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ മാനവരാശിക്ക് വേണ്ടി ഇടയിൽ നിന്നുകൊണ്ട്
പിതാവിനും മാനവരാശിക്കും ഇടയിൽ നിൽക്കുന്ന യേശുക്രിസ്തു എന്നുള്ള നമ്മുടെ കർത്താവായ പിതാവിനെ പറ്റിയാണ് സംസാരിക്കുന്നത് ഇവിടെ അല്ലെ. നമ്മൾക്ക് വേണ്ടി എന്താണ് യേശു ചെയ്തു തന്നത്? എന്റേതാണ് അല്ലെ. പോൾ ഇവിടെ പറയാ ഒനിസമസിനെ പോലെ അവൻ എന്റേതാണ്, എന്റെ മകൻ, എന്റെ സ്പിരിച്വസ് ആണ് എന്ന് പറയുന്ന പോലെ യേശുക്രിസ്തു നമ്മളെ റിഡീം ചെയ്ത് നമ്മളെ വീണ്ടെടുത്തിരിക്കുവാണ് അല്ലെ. നമ്മളുടെ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം തരുന്നതിന് വേണ്ടി തന്നെയല്ല, അതൊരു കാര്യം. പക്ഷെ നമ്മളെ അവൻ്റെതാക്കി മാറ്റുന്നതിന് വേണ്ടി അല്ലെ. അങ്ങനെ അവൻ്റെതാക്കി മാറ്റിക്കൊണ്ട് നമ്മൾക്ക് വിടുതൽ തന്നുകൊണ്ട് പിതാവിന്റെ വലഭാഗത്ത് നിന്ന് ഇരുന്നുകൊണ്ട് നമ്മൾക്ക് വേണ്ടി വാദിച്ചുകൊണ്ട് ഇരിക്കുകയാണ് അല്ലെ. പിതാവേ, ഞാൻ ഇവർക്ക് വേണ്ടി ഇവര് ചെയ്യേണ്ട പ്രായശ്ചിത്തം ഞാൻ ചെയ്തു കഴിഞ്ഞു അല്ലെ. പാപത്തിന്റെ ശിക്ഷ മരണമാണെങ്കിൽ അത് ഞാൻ അവർക്ക് വേണ്ടി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലെ. എല്ലാം ഇവര് ചെയ്യേണ്ട എല്ലാ പെനാൽറ്റിയും ഞാൻ ചെയ്തിരിക്കുവാണ് അല്ലെ. ഇവരെ വിടുവിക്കാൻ തന്നെ പോൾ പറയുന്നു. എന്താ പറയുന്നത്, ഒനിസമസിനോട് ഒനിസമസിനെ പറ്റി പറയും, ഇവന് കൊടുത്തു തീർക്കാവുള്ളതല്ല ഞാൻ തന്നത് ഓർത്തോളം അല്ലെ. ഞാൻ തന്നത് ഓർത്തോളം. നിനക്ക് ഇവൻ വല്ല ദ്രോഹം ചെയ്തിട്ടുണ്ട്, ഇവൻ വല്ല കട്ടെടുത്തിട്ടോ പോന്നിട്ടുണ്ട്, അത് ഞാൻ തന്നത് ഓർത്തോളം, എന്റെ കയ്യിൽ നിന്ന് അല്ലെ. അത് തന്നെയല്ലേ യേശുക്രിസ്തു ചെയ്തത് അല്ലെ. സ്വന്തം കയ്യിൽ നിന്ന് അല്ലെ യേശുക്രിസ്തു നമ്മൾക്കായിട്ട് സ്വന്തം രക്തം വാർക്കോ ചെയ്ത് അത് തന്നെയല്ലേ പിതാവിന്റെ ഫലഭാഗത്തു നിന്നുകൊണ്ട് ഇന്ന് യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി വാദിക്കുന്നില്ല. പിതാവ് ഇവരെ സ്വീകരിച്ചതിന് നന്ദി, ഇവരെ സ്വീകരിക്കണം അല്ലെ. എന്നെ സ്വീകരിക്കുന്ന പോലെ അല്ലെ, എന്നെ മകനായി ആക്കുന്ന പോലെ തന്നെ ഇവരെയും സ്വീകരിക്കണം അല്ലെ. ഇവരെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവർ, ഇവരെന്റേതാണ് അല്ലെ, എന്നിൽ വിശ്വസിക്കുന്നു അല്ലെ എന്നല്ലേ പിതാവിനോട് യേശുക്രിസ്തു പറഞ്ഞത്. അപ്പൊ ഈ ബുക്ക് നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ പറയുന്നത് പൗലോസ് ഫിലമോനോട് പറയുന്നതോ ഒനിസമസിനെ വീണ്ടെടുക്കാൻ പറഞ്ഞതോ അതൊന്നും അല്ല കാര്യം. ഇവിടെ പറയുന്നത് യേശുക്രിസ്തു നമ്മൾക്ക് വേണ്ടി വാദിക്കുന്നതിനെ പറ്റി അല്ലെ. നമ്മൾക്ക് വേണ്ടി ഇത്രയധികം നമ്മൾ ഇത്രമാധികം സ്നേഹിക്കുന്ന ദൈവം അല്ലെ. നമ്മൾ പാപികളായിരുന്നപ്പോ, നമ്മൾ മോശപ്പെട്ടവരായിരുന്നപ്പോ അല്ലെ, നമ്മൾക്ക് വേണ്ടി ഈ ലോകത്തിലേക്ക് വരികയും ക്രോസ് കാൽവരി നമ്മൾക്ക് വേണ്ടി മരിക്കുകയും അല്ലെ, നമ്മൾക്ക് വേണ്ടി രക്തം ചൊരിയുകയും നമ്മൾക്ക് വേണ്ടി നമ്മളുടെ പാപം മൊത്തം യേശുവിന്റെ തലയിലായിരുന്നു അല്ലെ. നമ്മള് നല്ലത് ചെയ്തെന്ന് പറയുന്ന ഒന്നും തന്നെ ഇല്ല അല്ലെ. എപ്പോഴും നമ്മുടെ ഉള്ളിൽ യേശുക്രിസ്തു ഉണ്ട്, ഹോളി സ്പിരിറ്റ് ഗോഡ് ഉണ്ടെന്നുള്ളത് മാത്രമാണ്. യേശുവിന്റെ എന്താ പറയാ റൈച്ചസ്നെസ് നമുക്ക് തന്നിരിക്കുന്നു എന്ന് മാത്രമാണ് നമുക്കുള്ള ഗുണം. അല്ലാതെ എത്ര പേര് നന്മ ചെയ്യുന്ന വ്യക്തികളുണ്ടല്ലേ. അപ്പോൾ നമ്മൾക്ക് വേണ്ടി പിതാവിനോട് വാദിക്കുന്ന യേശുക്രിസ്തുവിനെയാണ് അവിടെ കാണിക്കുന്നത്. നമ്മൾ പാവികളായി, നമ്മൾ വീക്കായിരുന്നപ്പോൾ നമ്മളെ തേടിയെത്തിയാണ് യേശുക്രിസ്തുവിന്റെ സ്നേഹം. അപ്പൊ അതിനെപ്പറ്റിയാണ് ഫൈലമൻ എന്നുള്ള ബുക്ക് വഴി ദൈവം നമ്മളോട് കാണിച്ചത് യേശുവിന്റെ സ്നേഹം അല്ലെ. നമ്മളെ സ്വന്തം മാറോട് ചേർക്കുന്ന അല്ലെ, നമ്മളെ സ്വന്തമാക്കിയിരിക്കുന്ന എന്റെ മകൻ എന്റെ സ്പിരിച്വൽ സണ്ണാണെന്ന് എന്താ പറയുക പോള് ഉന്നിസവസിനെ പോലെ പറ്റി പറയുമ്പോൾ അത് യേശു പറയുന്ന പിതാവിനോട് പറഞ്ഞു എന്റേതാണ് ഇവര് അല്ലെ. ഒരിക്കൽ ഇവര് ഉപയോഗത്തിന് കൊള്ളുന്ന വ്യക്തികളായിരുന്നില്ല, പക്ഷെ ഇന്ന് അങ്ങനെയല്ല സ്ഥിതി അല്ലെ. ഇന്ന് അവരെന്നെ വിശ്വസിക്കുന്നു, ഇന്ന് അവരെ എന്താ പറയാ അവരുടെ സ്വഭാവം മാറിയിരിക്കുന്നു, കാരണം ഞാൻ അവരെന്ന് ടച്ച് ചെയ്തിരിക്കുന്നു അല്ലെ. അപ്പൊ അതാണ് എനിക്കിന്ന് പറയാനുള്ള ഈ ബുക്കിൽ നിന്ന്. വളരെ ഡീപ്പായിട്ടുള്ള ഒരു ബുക്കായത്. ചെറുതാണ്, 25 വാക്കുകളെങ്കിൽ പോലും, പക്ഷെ ദൈവത്തിന്റെ സ്നേഹം, അതിയായിട്ടുള്ള സ്നേഹം, ദൈവത്തിന്റെ കരുണ, എന്താ പറയാ നമ്മളോട് ക്ഷമിക്കാനുള്ളൊരു മനസ്സ്, നമുക്ക് വേണ്ടി നമ്മൾ എത്ര മോശപ്പെട്ടവരാണെങ്കിൽ പോലും നമുക്ക് വേണ്ടി നിൽക്കാനുള്ള ഒരു മനസ്സ്, അതൊക്കെയാണ് കാണിക്കുന്നത് ഈ ബുക്ക് കാണിക്കുന്നത്. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമുക്കൊന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. കർത്താവേ, താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. അങ്ങനെ പോലെ കരുണയുള്ള ദൈവം വേറെയില്ല കർത്താവ്, ജീവിക്കുന്ന ദൈവം വേറെയില്ല കർത്താവ്. ഞങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും പിതാവിന്റെ വലഭാഗത്ത് കർത്താവെ മെൽക്കിസദേക്കിന്റെ ഓർഡറിലുള്ള ഹൈ പ്രീസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്തിട്ടുണ്ട്. നന്ദി പറയുന്നു യേശു, നന്ദി പിതാവ്. വർഷിപ്പ് യു മാസ്റ്റർ. അങ്ങയുടെ വഴി കൂടെ നടക്കുള്ള കൃപ തന്നെ. അങ്ങനെ മാത്രം സ്നേഹിച്ചിട്ടുണ്ട്, വേറെ ഒന്നിനെയും സ്നേഹിക്കാൻ പോകാതെ കർത്താവ് ബാധിക്കുക, വേറെങ്കിലേക്കും പോകാതെ. കഴിഞ്ഞ കാലത്ത് ഞങ്ങൾ ചെയ്തു കൂട്ടിയാലും തെറ്റുകളും പാവങ്ങളും കർത്താവ്, പക്ഷെ ഇനിയുള്ള ജീവിതം അങ്ങയ്ക്ക് വേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ജീവിക്കുന്ന കൃപ തന്നെ കർത്താവ്. യേശു നാമത്തിൽ, അങ്ങയുടെ നാമത്തിൽ മാത്രം എല്ലാ മഹത്വം വരട്ടെ. യേശു നാമത്തിനാണ് ഇത് കേട്ടെന്ന് ദൈവത്തെ മാത്രം ഉണ്ടാകട്ടെ.